ഭൂമി അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് എന്താണ്? അതൊന്നുമില്ല, നമ്മൾ ബിൽഡിംഗ് റൂളൊക്കെ ചെയ്യില്ലേ നമ്മുടെ നാട്ടിൽ, അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോമാണ് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഐറ്റംസ് ഫോർ ഡെവലപ്പിംഗ് മാനേജിങ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, സ്റ്റാൻഡേർഡൈസ് ഫോമാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മുടെയൊക്കെ അറിയാം, റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സർവേഴ്സ്, RICS. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സിന്. എല്ലാ കൺസ്ട്രക്ഷൻ വർക്കിനെയും ഒന്ന് എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഫോമിൽ ആക്കിക്കാൻ വേണ്ടിയിട്ട് ഭൂമി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് ഇൻ്റർനാഷണൽ ഉണ്ടാക്കിയത്. ഇത് എന്താ മെയിനായിട്ട് പർപ്പസ് പറയുന്നത്? യൂണിഫോമിറ്റി. ഞാൻ പറഞ്ഞില്ലേ, സെയിം ലാംഗ്വേജ് ആയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, കോൺട്രാക്ടേഴ്സിനും അതേപോലെ തന്നെ ക്ലയൻസിനും ഒക്കെ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ട്, ക്ലാരിറ്റി ടു പ്രിവെൻറ്റ് എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ മെയിനായിട്ട് ഭൂമി അല്ലാതെയും NRM, CESMM അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ന്യൂ റൂൾ മെഷർമെൻറ്റ് NRM, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് ഫോമായിട്ടുണ്ട്. അത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻ്റർനാഷണൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്. അത് നമുക്ക് ഡിപ്പെൻസ് ആണ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ ഏതോ സ്റ്റാൻഡർഡൈസേഷനാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇപ്പോൾ IS 456/2000 അങ്ങനത്തെ ബിൽ ഓഫ് റൂൾസ് ആൻഡ് ക്വാണ്ടിറ്റീസുള്ള ഓരോരോ കോഡൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ? ആ ഒരു കോഡ് പോലെ തന്നെയാണ് കേട്ടോ ഇതും ഭൂമി. അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെഷർമെൻറ്റ്, ആൾ എലമെൻറ്റ്സ് ഓഫ് ദ വർക്ക് ഷുഡ് ബി മെഷേർഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ക്ലിയർ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ കൺസിസ്റ്റൻറ്റ് യൂണിറ്റ്സ്, നെറ്റ് മെഷർമെൻറ്റ്സ്, ഫെയർനെസ്, അതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതാക്കാൻ വേണ്ടിയിട്ട്, അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് സഹായിക്കും. ഇതിപ്പോൾ ഞാൻ കാറ്റഗറി എടുത്തിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ്സ് ഇൻ്റർനാഷണൽ എന്ന ഒരു ഗൈഡ് ലൈനാണിത്. ആ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ്, നമുക്ക് തന്നിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ, അതിൻ്റെ മെയിനായിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഗൈഡ് ലൈനാണ്. ഭൂമി പ്രൊവൈഡ്സ് ജനറൽ പ്രിൻസിപ്പിൾ റാദർ ദാൻ സ്പെസിഫിക് റൂൾസ് ഫോർ മെഷറിങ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. കോംപ്ലിസിറ്റി, അതേപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ്. നമ്മൾ മോഡേണായിട്ട് വരുമ്പോൾ ഒരുപാട് നമ്മുടെ പണ്ടത്തെ പാസ്റ്റിലുള്ളതും അതേപോലെ തന്നെ പ്രസൻറ്റിലുള്ള കൺസ്ട്രക്ഷൻ രീതികളും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ റീപ്ലേസബിൾ ആണ് ഭൂമി പറയുന്നത്. നമുക്കത് ഇപ്പോൾ 1956 ഭൂമി നോക്കിയാൽ ഉള്ളത് പോലത്തെ ആവില്ല നമുക്ക് ഇപ്പോഴുള്ള കറണ്ടിലുള്ളത്. സോ ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ജനറൽ പ്രിൻസിപ്പിൾ GB എന്ന് പറയുമ്പോൾ സെക്ഷൻ A, B, C, D അങ്ങനെ ആയിട്ടുള്ളത് ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പറയാവുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്കത് പറയണ്ട. സോ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഫോർ മെഷറിങ് ക്വാണ്ടിറ്റീസ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഫോർ മെഷറിങ് ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എ കോമൺ ലാംഗ്വേജ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. പിന്നീടുള്ളതൊക്കെ നമുക്കിനി വരാൻ പോകുന്നത് ലിമിറ്റേഷൻസ് എന്താണ്, കോംപ്ലിസിറ്റിയാണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, റീപ്ലേസബിൾ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും എന്താണ്, പ്രൊവൈഡിങ് സ്റ്റാൻഡേർഡ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്, ഒരു യൂണിഫോമിറ്റി ഉണ്ട് എല്ലാത്തിനും. അങ്ങനത്തെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടിങ് എഫിഷ്യൻറ്റ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ക്യാൻ എൻഹാൻസ് ദ അക്യുറസി, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് മെഷർമെൻറ്റ് പ്രോസസ് ലീഡിങ് ടു ഇംപ്രൂവ്ഡ് പ്രൊജക്റ്റ് ഔട്ട്കംസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭൂമി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നിങ്ങളിങ്ങനെ നോക്കി വെച്ചാൽ മതി ഭൂമി എന്താണെന്നും അതിൻ്റെ ഒരു ലിമിറ്റേഷൻസും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും, അതിൻ്റെ രണ്ടും ആണ് മെയിനായിട്ട് നമുക്ക് നോക്കി വെക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ അക്യുറസിയും കൺസിസ്റ്റൻസിയും ട്രാൻസ്പെറൻസിയും ഒക്കെ ഈ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ഇത്